ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം. ദൈവഹിതത്തിന്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. 15-ാം ദിവസം. ദൈവഹിതത്തിന്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി ദേവാലയത്തിൽ തന്റെ ജീവിതം തുടരുന്നു. സ്വർഗീയ രാജ്ഞിയോട് ആത്മാവ്: അമ്മ രാജ്ഞി, അങ്ങയുടെ കുഞ്ഞ് ഇവിടെയുണ്ട്. അങ്ങ് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ കാൽച്ചുവടുകൾ പിന്തുടരാനായി ഞാൻ അങ്ങയുടെ അരികിൽ തന്നെയുണ്ട്. ഓ എൻ്റെ ഈശോയും, അങ്ങയുടെ മാധുര്യമുള്ള സഹവാസവും ഒഴികെ മറ്റെല്ലാത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തി എൻ്റെ കുഞ്ഞാത്മാവിനെ എടുത്ത് ദൈവഹിതത്തിന് ജീവനുള്ള ആലയത്തിൽ അടച്ചിടാൻ അമ്മയെപ്പോലെ ഞാനും എത്രമാത്രം അഭിലഷിക്കുന്നു. സ്വർഗീയ രാജ്ഞിയുടെ പാഠം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ മാധുര്യവാനായ ഈശോയുടെയും എൻ്റെയും അല്ലാതെ മറ്റൊരു സഹവാസവും ആഗ്രഹിക്കുന്നില്ലെന്നും ദൈവഹിതത്തിൻ്റെ ജീവനുള്ള ആലയത്തിൽ എന്നാൽ അടയ്ക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രിക്കുന്നത് കേൾക്കുന്നത് എൻ്റെ ചെവികൾക്ക് എത്ര മാധുര്യമാണ്. ഹാ പ്രിയപ്പെട്ട കുഞ്ഞെ, യഥാർത്ഥ മാതൃത്വത്തിൻ്റെ ആനന്ദം നീ എൻ്റെ മാതൃഹൃദയത്തിൽ ഉണർത്തുന്നു. ഇത് ചെയ്യാൻ നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് സന്തോഷവതിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റേതുമായിരിക്കും. സന്തോഷവതിയായ ഒരു കുഞ്ഞുണ്ടായിരിക്കുക എന്നതാണ് ഒരു മാതൃഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും മഹത്വവും. എൻ്റെ കുഞ്ഞെ, ശ്രവിക്കൂ. ദൈവഹിതത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ദേവാലയത്തിലേക്ക് ഞാൻ വന്നത്. എൻ്റെ വിശുദ്ധരായ മാതാപിതാക്കൾ എന്നെ കർത്താവിന് സമർപ്പിക്കുകയും ദേവാലയ അധികാരികൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ആഘോഷ അവസരങ്ങളിലെ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഭാവി മിശിഹായെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങളും പ്രവചനങ്ങളും അവിടെ ആലപിക്കുന്നുണ്ടായിരുന്നു. ഓ, എൻ്റെ ഹൃദയം എത്ര ആഹ്ലാദിച്ചു! അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ടവരും വിശുദ്ധരുമായ മാതാപിതാക്കളോട് ഞാൻ ധൈര്യപൂർവ്വം വിട പറഞ്ഞു. ഞാൻ അവരുടെ വലതു കൈയിൽ ചുംബിച്ചിട്ട് എൻ്റെ ശൈശവ അവസ്ഥയിൽ അവർ എനിക്ക് നൽകിയ പരിചരണത്തിനും ഇത്രയും സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി എന്നെ കർത്താവിന് സമർപ്പിച്ചതിനും നന്ദി പറഞ്ഞു. എൻ്റെ സമാധാനപരമായ പെരുമാറ്റവും ധൈര്യവും വിലാപരാഹിത്യവും എന്നെ വിട്ടുപിരിഞ്ഞു പോകാനുള്ള ശക്തിയും ധൈര്യവും അവർക്ക് നൽകി. ദൈവഹിതം എന്നിൽ വാഴുകയും അതിൻ്റെ രാജ്യം എൻ്റെ എല്ലാ പ്രവൃത്തികളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഓ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി! എന്നെ അതിയായി സ്നേഹിച്ചിരുന്നവർ എന്നെ വിട്ടുപോകുമ്പോൾ അവരുടെ ഹൃദയം തകരുന്നത് ഞാൻ കണ്ടിട്ടും അവരിൽ നിന്നും ഇത്ര സാഹസികമായി എന്നെ വേർപെടുത്താനുള്ള കരുത്ത് എനിക്ക് നൽകാൻ അതിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ കുഞ്ഞെ, എന്നെ ശ്രവിച്ചാലും ഞാൻ എന്നെ തന്നെ ദേവാലയത്തിൽ അടച്ചു. ഇത് കർത്താവിൻ്റെ അഭിഷ്ടമായിരുന്നു. എന്തെന്നാൽ ദൈവാലയത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാൽ ദൈവഹിതത്തിൻ്റെ രാജ്യം ഞാൻ വ്യാപിപ്പിക്കേണ്ടി ഇരിക്കുന്നു. കർത്താവിന് സമർപ്പിക്കപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ദൈവഹിതത്തിൻ്റെ സ്വർഗം രൂപപ്പെടുത്താനുള്ള നിലം എൻ്റെ മാനുഷിക പ്രവൃത്തികളിലൂടെ ഞാൻ ഒരുക്കണമായിരുന്നു. ആ വിശുദ്ധ സ്ഥലത്തെ ആചാരപരമായ എല്ലാ കർത്തവ്യങ്ങളിലും ഞാൻ ഏറ്റവും ശ്രദ്ധാലുവായിരുന്നു. ഞാൻ എല്ലാവരുമായി സമാധാനപരമായി വർത്തിച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടിനും വിഷമത്തിനും ഞാൻ കാരണമായി തീർന്നില്ല. ഏറ്റവും എളിയ തരത്തിലുള്ള ജോലികൾക്ക് ഞാൻ എന്നെ തന്നെ വിധേയമാക്കി. വൃത്തിയാക്കുക, ഭക്ഷണം പാകം ചെയ്യുക തുടങ്ങിയ ഏത് ജോലിയും ഒരു ബുദ്ധിമുട്ടായി എനിക്ക് അനുഭവപ്പെട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ത്യാഗവും പൂജ്യമായതെന്ന് മാത്രമല്ല, ഒരു ജയഘോഷവും കൂടിയായിരുന്നു. അതെന്തുകൊണ്ട് എന്ന് നിനക്കറിയാമോ? കാരണം ഞാൻ മറ്റൊന്നിലേക്കും നോക്കിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിക്കുന്ന മണിമുഴക്കം ദൈവിക ഫിയാത്ത് ആയിരുന്നു. അതിൻ്റെ മുഴക്കം ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയുടെ നിഗൂഢമായ ശബ്ദമായി ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹൃദയം ആഹ്ലാദിക്കുകയും ദൈവിക ഫിയാത്ത് എന്നെ വിളിക്കുന്നിടത്തെല്ലാം പോകുവാൻ തിടുക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ദൈവഹിതമായിരുന്നു എൻ്റെ നിയമം. എൻ്റെ അധികാരികളെ വളരെ വിശുദ്ധമായ ഒരു ഇച്ഛാശക്തിയുടെ കമാൻഡർമാരായി ഞാൻ കണ്ടു. അതിനാൽ മണിശബ്ദം, നിയമങ്ങൾ, അധികാരികൾ, എൻ്റെ കർത്തവ്യങ്ങൾ എന്നു വേണ്ട, അവയിൽ ഏറ്റവും നിസ്സാരമായവ പോലും ദൈവഹിതം എനിക്ക് വേണ്ടി ഒരുക്കിയ ആനന്ദങ്ങളും ആഘോഷങ്ങളുമായിരുന്നു. എനിക്ക് പുറമെ തന്നെ വ്യാപിപ്പിച്ചുകൊണ്ടും എൻ്റെ ഏറ്റവും ചെറിയ പ്രവൃത്തികളിൽ പോലും തൻ്റെ രാജ്യം രൂപീകരിച്ചുകൊണ്ടും തൻ്റെ ഹിതത്തെ വിസ്തൃതമാക്കുവാൻ ദൈവഹിതം എന്നെ ക്ഷണിച്ചു. താൻ ഉൾക്കൊള്ളുന്നതെല്ലാം മറച്ചുവെച്ച് ജലം മാത്രം പുറമേ കാണിക്കുന്ന സമുദ്രത്തെ ഞാൻ അനുകരിച്ചു.
ദൈവഹിതത്തിൻ്റെ ആഴങ്ങളിൽ ഞാനെല്ലാം ഒളിപ്പിച്ചു. ദൈവഹിതത്തിൻ്റെ സാഗരമല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എല്ലാം എനിക്ക് ആനന്ദം തരികയും വിരുന്നൊരുക്കുകയും ചെയ്തു. എൻ്റെ കുഞ്ഞെ, നീയും സകല ആത്മാക്കളും എൻ്റെ എല്ലാ പ്രവൃത്തികളിലുമുണ്ട്. എൻ്റെ കുഞ്ഞില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ദൈവഹിതത്തിൻ്റെ രാജ്യം ഞാൻ ഒരുക്കിയത്. വിശുദ്ധ സ്ഥലങ്ങളിൽ കർത്താവിന് സമർപ്പിക്കപ്പെട്ട ആത്മാക്കളെല്ലാം ദൈവഹിതത്തിൽ തങ്ങളെ തന്നെ അപ്രത്യക്ഷമാക്കുകയാണെങ്കിൽ അവരെത്ര സന്തുഷ്ടരായിരിക്കും. അവർ സമൂഹങ്ങളെ എത്രയധികം സ്വർഗീയ കുടുംബങ്ങളാക്കി മാറ്റുകയും ഭൂമിയെ വിശുദ്ധരായ ആത്മാക്കളാൽ നിറയ്ക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കഷ്ടം, ഒരമ്മയുടെ വേദനയോടെ ഞാൻ പറയട്ടെ, അവിടെ എത്രമാത്രം വെറുപ്പും കഷ്ടതകളും വിയോജിപ്പുമാണ്. വിശുദ്ധി എന്നത് ഒരാളുടെ ഔദ്യോഗിക ജോലിയിലല്ല, മറിച്ച് ഏത് ജോലി ഏൽപ്പിച്ചാലും ദൈവഹിതം നിറവേറ്റുക എന്നതാണത്. ഇതാണ് ആത്മാക്കളുടെ അനുരഞ്ജനം, ഏറ്റവും കഠിനമായ ത്യാഗങ്ങളിലുള്ള ശക്തിയും പിന്തുണയും. ആത്മാവ്, പരിശുദ്ധ അമ്മേ, അവിടുത്തെ പാഠങ്ങൾ എത്ര മനോഹരമാണ്! എത്ര മാധുര്യത്തോടെയാണ് അവ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. ദൈവഹിതത്തിൻ്റെ സാഗരം എൻ്റെ ഉള്ളിൽ വിസ്തൃതമാക്കി അവയാൽ എനിക്ക് ചുറ്റും മതിൽ കെട്ടണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അപ്പോൾ അങ്ങയുടെ കുഞ്ഞ് ദൈവഹിതമല്ലാതെ മറ്റൊന്നും കാണുകയോ അറിയുകയോ ഇല്ല. അങ്ങനെ ദൈവഹിതത്തിനുള്ളിൽ എപ്പോഴും വ്യാപരിക്കുന്നതിലൂടെ അതിൻ്റെ രഹസ്യങ്ങളും ആനന്ദങ്ങളും സന്തോഷങ്ങളും ഞാൻ അറിയും. ചെറിയ ത്യാഗം. ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി ഞാൻ ദേവാലയത്തിൽ ജീവിച്ച 12 വർഷങ്ങളെ ആദരിച്ചുകൊണ്ട് 12 ഉപവിപ്രവർത്തികൾ നീ ചെയ്യണം. നീ എൻ്റെ പ്രവൃത്തികളോട് നിന്നെ യോജിപ്പിക്കുന്നതിന് നീ എന്നോട് പ്രാർത്ഥിക്കുക. സുഹൃത ജപം. രാജ്ഞിയായ അമ്മേ, ദൈവഹിതത്തിൻ്റെ വിശുദ്ധ കൂടാരത്തിനുള്ളിൽ എന്നെ അടയ്ക്കണമേ.